ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയിൽ കോളിഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 3/4 കിലോ ഉള്ള ഒരു കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 5 പച്ചമുളക്, 3 തക്കാളി, 3 സവോള, 1 കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളി. ഇനി നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്യണം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമുക്ക് ചെത്തി വെക്കാം. എന്നിട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴുകി വെക്കാം. അല്ലെ കോളിഫ്ലവറിൻ്റെ അകത്ത് ചിലപ്പോൾ പുഴുക്കളൊക്കെ കാണും. അത് പോകാൻ വേണ്ടിയാണ് മഞ്ഞളും ഒക്കെ ഇടുന്നത്, ചൂടുവെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ടാണ്. ഞാൻ ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പകുതി വറുത്താൽ മതിയാവും. എന്നിട്ട് പകുതി വറവലായിട്ടുണ്ട്, നമുക്കങ്ങ് കോരിയെടുക്കാം. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വറുത്തെടുക്കാം. രണ്ട് പകുതി മൂപ്പായിട്ടുണ്ട്, നമുക്കങ്ങോട്ട് കോരിയെടുക്കാം. ഈ വറുക്കാനുള്ള എണ്ണ ഇച്ചിരി കൂടുതലാണ്, നമുക്ക് അത് കുറച്ച് മാറ്റി വെക്കാം. 2 തവി മാറ്റി വെക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവോള വഴന്നു വരും. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കരിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. കുറച്ച് തേങ്ങ കൊത്തി വെച്ചിരുന്നു, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരുന്നു, അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാല ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം.
ഇനി ഒരു അരമുറി തേങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നു, അതിൻ്റെ പാല് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു.